എല്ലാവർക്കും നമസ്കാരം. തേൻ ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബിജുവിൻ്റെ വീട്ടിലാണ്. ബിജുവിന് ഒരു ആയിരക്കണക്കിന് തേനീച്ചപ്പെട്ടിയുണ്ട്. നമുക്ക് ബിജുവിനോട് നേരിട്ട് ചോദിക്കാം കാര്യങ്ങൾ. ബിജുവിൻ്റെ ഫാമിലി ഒന്നിച്ചുണ്ട്, മോളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷമായി ഈ തേനീച്ച തുടങ്ങി? 2006 മുതൽ ഈ ഫീൽഡിലുണ്ട്. വൻതേനീച്ചയുണ്ട്, ചെറുതേനീച്ചയുണ്ട്. വൻതേനീച്ച എത്ര ഉണ്ടാവും? വൻതേൻ്റെത് ആദ്യം 450 കോളനി ഉണ്ടായിരുന്നു. ഇപ്പം ദിവസം ചുരുക്കിയിട്ടുള്ള സമയപരിധി കൊണ്ട് ഇപ്പം ഒരു 150 പെട്ടിയേ ഉള്ളൂ. ചെറുതേനുണ്ട്. ചെറുതേൻ 10-700 കോളനി ഉണ്ട്. തേന് നല്ല വിൽപ്പന ഉണ്ട്. തേൻ നന്നായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ കോളനി പോകുന്നുണ്ട്. ലാഭമുണ്ട് ഈ തേൻ വളർത്തുന്നതിനുണ്ടെങ്കിൽ? നല്ല ലാഭമുണ്ട്. നല്ല ലാഭമുണ്ട് അല്ലേ? അപ്പോൾ തേൻ ആൾക്കാർ തേൻ്റെ ക്ലാസ്സിനെല്ലാം പോകുന്നുണ്ടോ? ക്ലാസ് എടുക്കാനായിട്ട് അങ്ങനെ പോക്കില്ല, എന്നാലും അത്യാവശ്യത്തിന് കാര്യങ്ങൾ എടുക്കാൻ പറ്റും അല്ലേ? തേനിനെ കൊണ്ട് ഗുണങ്ങൾ പറയാൻ പറ്റും? തേനിന് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ അങ്ങനെ ഒരു ഔഷധപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ അധികം തെരഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ഇത് ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെയും സമാനമായിട്ട് ഉപയോഗിക്കാമെന്ന്, മറ്റുള്ള ചുമ ഇതുപോലുള്ള ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും തേനും കൂട്ടി കഴിച്ചാൽ കഫക്കെട്ട് ഇതുപോലുള്ളത് മാറുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ അത്ര ഇതെനിക്കില്ല. പിന്നെ ഇതിനെ കൊണ്ട് ഗുണമുണ്ടല്ലോ, നമുക്ക് പൈസ വരുമാനം കിട്ടുന്നുണ്ട്. ഒരു വർഷത്തിൽ ഏകദേശം എത്ര വരുമാനം നമ്മൾ തേനീച്ചേനെ കൊണ്ട് മാത്രം കിട്ടുന്നുണ്ടാവും, ചെറുതേനും വൻതേനും കൂടി? അതായത് എനിക്ക് ഒരു സീസണിൽ ഒരു 250 കിലോ ചെറുതേൻ ആവറേജ് ഉണ്ടാവും എല്ലാ പെട്ടിയിൽ നിന്നും കൂടിയിട്ട്. വൻതേൻ്റെ ഒരു 1200 കിലോ തേന് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിംഗിളായിട്ട് കൊടുക്കുന്നത് അതായത് പാർട്ടിക്കായിട്ട്, അല്ലാത്തത് ഹോൾസെയിൽ ചെയ്ത് കൊടുക്കുന്ന വേറെയുണ്ട്. ഏതായാലും നല്ലൊരു വരുമാനം ഈ ചെറുതേനിലെ കൂടിയിട്ട് കിട്ടുന്നത്. ചെറുതേൻ കോളനിയെ കൊടുത്താലും വൻതേൻ കോളനി ഒരുപാട് കൊടുത്തുകൊണ്ടായിട്ടില്ലേ കഴിഞ്ഞ വർഷമല്ലോ? വൻതേൻ കോളനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതുകൊണ്ട് നമുക്ക് തേൻ്റെ കാര്യത്തിലും വളരെ നല്ല രീതിയിൽ പരാഗണത്തിന് നല്ല തേനീച്ച നല്ല കാര്യമായിട്ട് തെങ്ങ്, കവുങ്ങ് ഇതുപോലുള്ള കശുമാവ് ഇതിനെല്ലാം പരാഗണത്തിനാണ് ഇത് മെയിനായിട്ട്. തൂക്കം അധികം കിട്ടും അല്ലേ? ചേച്ചിക്ക് അറിയോ അതെ സംഭവം? അറിയാം അല്ലേ? കായ്ക്ക് സൈസ് കിട്ടും, നല്ല സൈസ് കായായിരിക്കും, അധികം ഇതില്ല, പിന്നെ വണ്ണം കൂടുതലുണ്ടാവും. 40% വിളവ് വർധനവുണ്ട്. അങ്ങനെയല്ലാന്ന് കാർഷിക മേഖലയിൽ പറന്ന് നടക്കും, അങ്ങനെയല്ലാന്ന് കാർഷിക ഇവർ പറയുന്നത്. അതെ അതെ. KVK കൃഷി വിജ്ഞാന കേന്ദ്രം, പിന്നെ അങ്ങനെയല്ല അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ബിജുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബിജുവിൻ്റെ നമ്പർ ഞാൻ ഈ ചാനലിൻ്റെ അടിയിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ബിജുവിനെ വിളിക്കുക. തേൻ്റെ കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് സ്ഥലത്ത്? ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് പറയാം. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പെരുവളത്തുപറമ്പ്. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, തേനിന് ആവശ്യമുണ്ടെങ്കിൽ ബിജുവിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ബിജുവിനെ വിളിക്കുക. തേനോട് പിന്നെ ബിജു കൊറിയർ വഴിയായിട്ട് അയക്കുന്നുണ്ട്. കൊറിയർ വഴിയായിട്ട് അയച്ചു തരും. DTDC അല്ലേ? പോസ്റ്റ് വഴി അയക്കാം. പോസ്റ്റ് വഴി അവരെടുക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. DTDC വഴിയായിട്ട് നിങ്ങൾക്ക് തേൻ ബിജു എല്ലാവർക്കും ആവശ്യക്കാർക്കെല്ലാം അയച്ചു. ചെറുതേനും വൻതേനും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് തേൻ? 200 കിലോ ഉണ്ടോ ചെറുതേൻ? തീർന്നു. വൻതേന് ഒരു 200 കിലോ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരി ആകുമ്പോൾ തേൻ എടുക്കാനായില്ലേ, പുതിയ തേൻ വരാനായില്ലേ? അപ്പോൾ പിന്നെ നമുക്കത് തേനൊരു ഇല്ലാത്തൊരു സമയം വരില്ലല്ലോ, എല്ലാ സമയത്തും നമുക്ക് തേൻ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും തേൻ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബിജുവിൻ്റെ വീട്ടിലാണ്. മാമാനത്ത് ഭഗവതി ക്ഷേത്രത്തിനടുത്ത് ഒരു ബിജു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു തേനീച്ച, വലിയൊരു തേനീച്ച കർഷകനാണ്. അപ്പോൾ ഒരു 500ഓളം ചെറുതേനീച്ചപ്പെട്ടിയുണ്ട്, വൻതേനീച്ചപ്പെട്ടിയുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിൽ ഞാനിന്ന് വന്നിട്ടുണ്ട്. കാലി ബോക്സ്, ഇതെല്ലാം ബിജുവിൻ്റെ തേനീച്ച. ബിജുവിൻ്റെ തേൻ വെക്കുന്ന പാത്രമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊടുക്കുക. വലിയൊരു സ്റ്റീൽ പാത്രത്തിലാണ് തേൻ സൂക്ഷിക്കുന്നത്. നല്ല തേനീച്ചക്ക് പറ്റിയ കാലാവസ്ഥയുള്ള ഒരു സ്ഥലമാണ്. നല്ല തണുപ്പുള്ള മരങ്ങൾ, ഇടതൂർന്ന മരങ്ങളുള്ള സ്ഥലമാണ്. ആ പട്ടീനെ വള്ളി അയക്കുന്ന പോലെ ഒന്ന് കാണിക്കാം. അതിനൊന്ന് അയച്ചിരാതി കേട്ടതാലോ.
കണ്ടല്ലോ അവിടെ കിട്ടിയാൽ ഇനി കിട്ടിയാൽ ബാക്കിലുണ്ടാ ആ ഇത്